അടാട്ട് പഞ്ചായത്തിന്റെ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന പദ്ധതിയായ കാവൽ കൂട്ടായ്മയിൽ റാപ്പർ വേടൻ പങ്കാളിയായി. പുഴയ്ക്കലിലെ ടൂറിസം വില്ലേജിലെ ഷെൽട്ടറിൽ സംരക്ഷിച്ചിരിക്കുന്ന തെരുവ് നായക്കുട്ടികളിൽ ഒന്നിനെ വേടൻ വളർത്തുന്നതിനായി വീട്ടിലേക്ക് കൊണ്ടുപോയി. ജാനു എന്ന് വിളിപ്പേരുള്ള കുട്ടിയെയാണ് വേടൻ ദത്തെടുത്തത്. ജാനു കൊള്ളാം. പ്രശാന്ത് കുന്നത്ത് വക്കീല് ആണ് പേരിട്ടാണ്. അപ്പൊ ജാനു മോളനെ നമ്മളങ്ങനെ എടുക്കാണ്. ജാനു ബുദ്ധനെ കൂട്ടായിട്ടിരിക്കട്ടെ. ആളിച്ചിരി ബേജാറായി നമ്മളെടുത്തപ്പോ, ആളെ കണ്ടപ്പോഴേ പിന്നെ തിന്നേന്റെ ഇടയിൽ എടുത്തത് കുഴപ്പമില്ല മോളെ. അടാട്ട് പഞ്ചായത്തിലെ തെരുവ് നായകളുടെ സമഗ്ര നിയന്ത്രണമാണ് പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യം. ഇതിനായി നിലവിൽ തെരുവ് നായ്ക്കൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും പരിചരണവും നൽകി 15 ദിവസത്തിന് ശേഷം അവയെ വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് കൈമാറുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രസവിച്ച മാതൃനായയെ പിന്നീട് ABC പദ്ധതിക്ക് വിധേയമാക്കും. ഇത്തരത്തിൽ 33 നായ്ക്കുട്ടികളെയാണ് ഇതുവരെ വിവിധ വ്യക്തികൾക്ക് കൈമാറിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കരയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ വിവിധയിടങ്ങളിലായി 4 ഷെൽട്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന നായ്ക്കുഞ്ഞുങ്ങളെ ഇവിടെ താൽക്കാലികമായി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഷെൽട്ടറിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും വീടുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര പറഞ്ഞു. നായ്ക്കളുടെ ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാം പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്താണ് നടപ്പിലാക്കുന്നത്. അതേസമയം പുതിയ സർക്കാരിനെക്കുറിച്ചുള്ള വിലയിരുത്തലിനെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് സർക്കാരിന് സമയം നൽകണമെന്ന് വേടൻ പ്രതികരിച്ചു. പഴയ സർക്കാരിൻ്റെ വീഴ്ചകളെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ഇവിടെ അതിന് സമയമില്ലെന്നും വേടൻ പറഞ്ഞു. നമ്മളൊരു കൊളോണിയലൈസ്ഡ് രാജ്യമായ കാരണം നമ്മുടെ സ്ട്രേ ഡോഗ്സിന്റെ കാര്യത്തിൽ നമുക്ക് പറ്റിയതാണ്. നമ്മുടെ നായ്ക്കളുടെ സംഘം തന്നെ കൊളോണൈസ് ചെയ്യപ്പെട്ടു. ഇപ്പൊ എല്ലാ വൈദേശിക നായ്ക്കളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവരുടെ തെരുവിലേക്ക് തള്ളപ്പെട്ടിട്ട് തെരുവ് നായ എന്നൊരു നായ തന്നെ ഉണ്ടായത്. നമ്മൾ ആ സാധനത്തിനെ മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ട് ഗവൺമെന്റിന്റെ കാവൽ എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ. അപ്പൊ ഞാൻ ഇവളെ എടുക്കുകയാണ്. എനിക്ക് ഇവിടെ നമ്മുടെ കുട്ടികളെ ജീവിക്കാം. പരിപാടിയിൽ സിനിമാ താരം ഗോപാലൻ അടാട്ട്, പുഴയ്ക്കൽ ബാരിസ്റ്റർ ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്ത്, സെക്രട്ടറി അഡ്വക്കേറ്റ് മൗനീഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത കൃഷ്ണൻ, മെമ്പർമാരായ രത്നവല്ലി സത്യൻ, SD രാജീവ്, TD വിൽസൺ, സോഫി സുനിൽ, ജിനോ ജേക്കബ്, MS സദാശിവൻ, PJ സണ്ണി, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ P രാജേശ്വരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VO ചുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ടിൻഡു രാജേഷ്, വൈസ് ചെയർപേഴ്സൺ ഉഷ രവിദാസൻ, പുഴയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിഡന്റ് MV രാജേന്ദ്രൻ, കാവൽ കൂട്ടായ്മ പ്രസിഡന്റ് സിനോയ് അടാട്ട്, സെക്രട്ടറി രഞ്ജിത്ത് മാടശ്ശേരി, PS കണ്ണൻ, ആനന്ദൻ അടാട്ട് എന്നിവർ പങ്കെടുത്തു.